ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു TJ വ്ളോഗ്സ്. ഞങ്ങളിന്ന് ഫാമിലിയായിട്ട് ഞങ്ങളുടെ കുഞ്ഞുവാവേനെയും കൊണ്ട് ഒരു ബീച്ചിൽ കറങ്ങാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഞങ്ങളുടെ കുഞ്ഞുവാവയ്ക്ക് ജസ്റ്റ് 1 year ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കണക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ കുഞ്ഞുവാവേനെയും വൈഫിനെയും കാണിച്ചു തരാം. ഹലോ, ഹായ് കുഞ്ഞാവ, ഹായ് പറഞ്ഞേ. കുഞ്ഞാവയ്ക്ക് ജസ്റ്റ് 1 year ആയിട്ടേ ഉള്ളൂ. 1 year 1 month ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. താങ്ക് യു. സോ വ്യൂവേഴ്സ്, ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവുകയാണ്. ചെറുക്കനാണെങ്കിൽ നല്ല എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഹായ് ഗൈസ്, നമ്മളങ്ങനെ ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. ബീച്ചിൻ്റെ വ്യൂ ഇങ്ങനെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഈ തൊട്ട് സൈഡിൽ തന്നെയാണ് ബീച്ച്. അപ്പോൾ ബീച്ചിലോട്ട് നമ്മൾ പതുക്കെ നടന്നു പോവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ബാൾബ്രിഗൻ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. ഓൾമോസ്റ്റ് നമ്മുടെ അയർലൻഡിൽ ഇവിടെ ദ്രോഗഡ സൈഡിലുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സ്ഥലമാണ് ബാൾബ്രിഗൻ. ബാൾബ്രിഗനിലുള്ള ഒരു 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 ചെറിയ ബീച്ചാണ്. ബീച്ചിലോട്ടുള്ള ഒരു എൻട്രിയാണ്. ഇവിടെ കുറച്ച് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇപ്പം ഈ ഒരു സ്റ്റെപ്പ് ഒരു സൈഡിലൊരു ഹൈഡ് ഔട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ബീച്ച്. ഇവിടെ അത്യാവശ്യം സമ്മർ ആയതുകൊണ്ട് ആളുകളൊക്കെ ഒത്തിരി ഉണ്ട്. പിള്ളേരെയൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് നിൽപ്പുണ്ട്. യേശുപ്പൻ അങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കടലിനെ ലക്ഷ്യമാക്കി നടക്കുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. അതേണ്ട മണ്ണൊക്കെ വരാനുള്ള പരിപാടിയിലാണ് പുള്ളി. ദേഹത്തെല്ലാം മണ്ണ് ഇപ്പം തന്നെ പറ്റി. ഹലോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് മുമ്പ് പറഞ്ഞ ട്രെയിൻ വരുന്ന ഒരു സീൻ ഇപ്പോൾ കാണാൻ പറ്റും.
ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം. ട്രെയിനാണ്ട് ഇപ്പോൾ അവിടെ സ്റ്റോപ്പായിട്ടുണ്ട് ഏകദേശം. ഹലോ ഹായ്. അങ്ങനെ ഞങ്ങൾ അവസാനം കടലിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. യേശു ബേബി ഇതിലേക്കൂടെ ഓടി നടക്കുകയും ചാടി നടക്കുകയൊക്കെ ചെയ്ത് അവസാനം യേശു ബേബിയുടെ കാലിലൊന്ന് വെള്ളം നനപ്പിക്കാനുള്ള പരിപാടിയിൽ ടിൻസി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു ബേബി കാല് നനച്ചേ. യേശു ബേബി ഭയങ്കര എക്സൈറ്റഡായി. ഫസ്റ്റ് ടൈമാണ് കുറച്ച് നല്ലൊരു പ്ലേ ഏരിയ കാണുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഓടിച്ചാടി നടക്കുമായിരുന്നു. നടന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ ഇഴയാൻ തുടങ്ങിയതുകൊണ്ടാണ് ടിൻസി ഇപ്പം കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിന് ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തണുപ്പുള്ളതുകൊണ്ടാണ് ഒത്തിരി അകത്തോട്ട് നമ്മൾ ഇറക്കാതിരിക്കുന്നത്. ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പനിയോ കാര്യങ്ങളോ എല്ലാം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും യേശു ബേബി കടലിലെ വെള്ളത്തിൽ എന്തായാലും ജസ്റ്റ് കാലൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ട്. ഇറക്കാമെന്നൊക്കെ ഓർത്താണ്. ഇറക്കാനുള്ള ഒരു സാഹചര്യം അല്ല. അത്യാവശ്യം ഇച്ചിരി വേവ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ തന്നെയല്ല, നല്ല തണുപ്പുണ്ട്. തണുപ്പ് ഇത്രയും തണുപ്പുണ്ടാകുമെന്ന് വിചാരിച്ചില്ല. യേശുവിനാണെ പോവുകയേ വേണ്ടെന്നുള്ളൊരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ, ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഒരു ഷോർട്ട് വ്ളോഗ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇനിയും അയർലൻഡിലെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങളുടെ വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.